ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് ഫേസുകൾ വന്നിട്ടുണ്ടാവും അല്ലേ? അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇങ്ങനെ ഒരുപാട് ഫേസുകൾ വന്നിട്ടുണ്ടാവും. അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഫേസ് കാണാൻ പറ്റുന്നുണ്ടോ? അതെ, ഈ ലോകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, ഇഷ്ടപ്പെടേണ്ടത് അത് നിങ്ങളെ തന്നെയാണ്. സെൽഫ് ലവ് എന്ന് പറയും അതിന്, നോട്ട് സെൽഫിഷ്. ഓക്കെ, അതായത് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ പാഷനുകൾക്കും വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഒന്നിനു വേണ്ടിയിട്ടും ആർക്ക് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യരുത്, അത് കോംപ്രമൈസ് ചെയ്യരുത്. നമുക്കൊരു വിചാരമുണ്ട്, നമ്മൾ ഈ ലോകത്തില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കില്ല എന്നുള്ളത്. എൻ്റെ വീട്ടിൽ ഞാനില്ലെങ്കിൽ എൻ്റെ മക്കളെങ്ങനെ സ്കൂളിൽ പോകും, ഹസ്ബൻഡ് എങ്ങനെ ജോലിക്ക് പോകും, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ആര് നോക്കും, ആര് കുക്ക് ചെയ്യും എന്നൊക്കെ ഉള്ളത്, അതൊക്കെ നമ്മുടെ ഒരു തോന്നലുകൾ മാത്രമാണ് കേട്ടോ. അതായത് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ വീട്ടിലെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നടക്കും. ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ എങ്കിലും നമുക്ക് പകരം അവർ തീർച്ചയായിട്ടും ഒരാളെ കണ്ടെത്തും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവരെല്ലാം സ്വയം ചെയ്ത് പഠിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ എന്തിനാണ് ഇത്രയും കാലം അവർക്ക് വേണ്ടി ജീവിച്ചത്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റിവെച്ചത്? അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ നമുക്കൊരു ഉത്തരവും ഉണ്ടാവില്ല. ഒരു പക്ഷേ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും നമ്മൾക്ക് ഉണ്ടാവുക. ഒരു മോർണിംഗ് വാക്കിന് പോകണം, പുറത്ത് പോയൊരു കോഫി കുടിക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ. ഇത് നമുക്ക് മറ്റുള്ളവരോട് പറയുമ്പോൾ ഒരു പക്ഷെ അവർക്ക് ചിരി വരും, ഇതൊക്കെയാണോ നിൻ്റെ ആഗ്രഹങ്ങൾ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, വാവ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. നമുക്ക് വേണ്ടിയിട്ടും കൂടി നമ്മൾ ജീവിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമുക്ക് വേണ്ടിയിട്ടും കൂടി നമ്മൾ ജീവിക്കണം. എങ്കിലേ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. വേറെ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വേറെ ആരോടും മത്സരിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. നമ്മൾക്ക് നമ്മളോട് തന്നെയുള്ള ഒരിഷ്ടം. ചില ആളുകൾ ബോഡി കെയർ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും, ഫേസ് കെയർ ഭയങ്കര ഇഷ്ടമായിരിക്കും, അവർക്ക് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും. പക്ഷെ അവർ പറയാണ്, എനിക്ക് എൻ്റെ ശരീരം ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ആരോഗ്യം ശ്രദ്ധിക്കാനോ ഒന്നും ഇപ്പോൾ സമയം കിട്ടുന്നില്ല. പക്ഷെ അത് പാടില്ല. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം, സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഹെൽത്ത് നമ്മൾ നന്നായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ആരും നമ്മളോട് വന്ന് നിൻ്റെ ഹെൽത്ത് ഇങ്ങനെ ശ്രദ്ധിക്കണം, നിൻ്റെ ഹെൽത്ത് അങ്ങനെ നോക്കണം എന്നൊന്നും പറയില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും നമ്മൾ തന്നെ അത് നോക്കുകയും വേണം. നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമായിരിക്കും, അപ്പോൾ നിങ്ങൾ പാട്ട് കേൾക്കണം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നത്? നമ്മുടെ ഹെൽത്ത് നോക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ബോഡി കെയർ ചെയ്യാതെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. എങ്കിലേ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളത് നമുക്ക് തോന്നുള്ളൂ. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് മത്സരിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല പറയുന്നത്. നമുക്ക് നമ്മളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം. ചില ആളുകൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും, അവർക്ക് എന്തൊക്കെയോ ചെയ്യണം എന്നുണ്ടാവും, ഒരുപാട് കഴിവുകളുണ്ടാവും അവർക്ക്. പക്ഷേ സമയമില്ല എന്നതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ ഹസ്ബൻഡിന് ഇഷ്ടമല്ല, ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അത് മക്കൾക്ക് ഇഷ്ടമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുടെ പേരിൽ എന്ത് ചെയ്യും, അവരുടെ ആഗ്രഹങ്ങൾ അവർ മാറ്റിവെക്കും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ലൈഫ് കോംപ്രമൈസ് ചെയ്യരുത്. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ വേണ്ടാന്ന് വെക്കരുത്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളായിരിക്കും, പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ പാഷനുകൾ അത് നമ്മൾ മുറുകെ പിടിക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കണം. എങ്കിൽ നമ്മുടെ ലൈഫും എന്ത് ചെയ്യും, സക്സസ് ആവും എന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ച് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയും. ഈ ലോകത്ത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാവുക. ഞാൻ വീണ്ടും പറയുന്നു, സെൽഫ് ലവ് ആണ്, ഒരിക്കലും സെൽഫിഷ് ആവണം എന്നല്ല ഞാൻ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.